നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ പൊന്നു മീനാക്ഷി, ഞാൻ നിനക്ക് ഒരു ഉപദ്രവവും വരുത്തില്ല. എന്റെ കാമുയോടൊപ്പം ഞാൻ പോവും. പുഷ്പാഞ്ജലി. മീനാക്ഷി മകം. വൈശാഖ് വിശാഖം. എന്റെ അമ്മേ, മഹാമായേ, ദേവി, വരദായിനി, എന്റെ കുഞ്ഞിന്റെ കല്യാണമായിന്ന് അവളെ കാത്തോണേ. അവൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപാവരങ്ങളും നൽകണമേ. അവളുടെ ജീവിതം സന്തോഷപ്രദവും സമാധാനപൂർവമായിരിക്കണേ. അവളുടെ കല്യാണം ഒരു തടസ്സവും കൂടാതെ നടക്കണേ. എന്റെ അമ്മയും അച്ഛനെയും കാർത്തിക് മോനെയും ചെമ്പകമംഗലത്തെ എല്ലാ പേരെയും ദേവി നിന്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകണേ. അമ്മേ, ഇങ്ങ് വന്നേ. എന്താ അമ്മേ, ഇത്രയും സന്തോഷമുള്ള ഈ ദിവസവും എന്റെ അമ്മയ്ക്ക് എന്താ വല്ലാത്തൊരു ടെൻഷൻ? അത് മോനെ, എന്താണെങ്കിലും പറയമ്മേ. എന്തിനും ഒരു പരിഹാരം വേണ്ടേ? ഇന്ന് ജയിലിൽ നിന്ന് മീനാക്ഷിയുടെ അച്ഛൻ വരില്ലേ മോനെ? പിന്നെ ജയറാമങ്ങള് വരണ്ടേ? അതല്ല മോനെ, വന്ന വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവാൻ പോകുന്നൊരു പേടി. എനിക്ക് എന്റെ അമ്മയെ പേടി. അത് ഓർത്തൊന്നും എന്റെ അമ്മ പേടിക്കണ്ട. നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തണം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഒരു തെറ്റ് ചെയ്തതിന് എന്റെ വല്യമാവനായ ജയരാമനങ്ങൾ ഇപ്പോഴും ശിക്ഷ അനുഭവിക്കുക. പശ്ചാത്തപിക്കുന്ന മനുഷ്യന് മാപ്പ് കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യര ദൈവമേ. എത്ര പെട്ടെന്നല്ലേ മോനെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. എന്താ അമ്മേ? അല്ല, എന്നോട് പ്രതികാരം വീട്ടാൻ വന്ന പെണ്ണ അവള് മീനാക്ഷി. പിന്നെ അവൾ എന്റെ ഓമനയായി, പ്രിയപ്പെട്ടവളായി, ഒടുവിൽ മകളായി. ഇന്നു മുതൽ അവൾക്ക് മറ്റൊരു അവകാശിയുമായി. ഇപ്പോ എനിക്കൊരു സമാധാനമായി, സന്തോഷമായി. അതെന്താ? അല്ല, അവള് പിരിഞ്ഞു പോകുമ്പോ ദേവമ്മ എന്റേത് മാത്രം ആവുമല്ലോ. അമ്പടാ, കൊള്ളല്ലോ നീ. എത്ര വേഗത്തിലാ അവരൊന്നായത്. അതെ, വാ പ്രദക്ഷിണം പൂർത്തിയാക്കാം. നിങ്ങൾ പ്രദക്ഷിണം പൂർത്തിയാക്കിയോ? ഇല്ല. എങ്കി വാ. നടക്ക. പുഷ്പാഞ്ജലിയുടെ പ്രസാദം വാങ്ങിക്കാം. മീനാക്ഷി, മീനാക്ഷി, ഇത് കൊടുത്ത് വാങ്ങിച്ചോ. വൈശാഖ്, വൈശാഖ്, അല്ല ഇന്ന് വിവാഹ ദിവസമല്ലേ? അതെ തിരുമേനി. നന്നായി വരട്ടെ. ദേവിയുടെ അനുഗ്രഹം ആവോളം ഉണ്ടാവും. പക്ഷേ നമ്മൾ എന്തൊക്കെ തീരുമാനിച്ചാലും ചേരേണ്ടവർ തമ്മിലേ ദൈവം കൂട്ടിച്ചേർക്കൂ.
കഴിഞ്ഞോ? കഴിയുന്നു. ദേ ഞാൻ ഇപ്പൊ വരാം. ആ. ആഹാ. എന്റെ മോള് സുന്ദരിയായിരിക്കുന്നു. എന്റെ മീനാക്ഷി കതിർ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് കുത്തുന്നത് അതിസുന്ദരിയായിട്ട് വേണം. എല്ലാവർക്കും എന്റെ അഭിമാനം സന്തോഷമാണെന്നോ? ഇത്ര സുന്ദരിയായി കുഞ്ഞുമോളെ കാണുമ്പോ ആ മുത്തശ്ശനും മുത്തശ്ശിക്കും ഉണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ. മീനാക്ഷി കൊച്ചെന്ന് തീർത്ത് വിളിക്കില്ല മുത്തശ്ശൻ. അത്രയ്ക്ക് പൊന്നോമനയാ മുത്തച്ഛന് മീനാക്ഷി. മകളെ മറ്റൊരാളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന മാതാപിതാക്കളുടെ ആത്മസന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. എഴുന്നേറ്റെ. എന്താ മോളെ, എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല. വിചാരിക്കുന്ന സമയത്ത് കല്യാണം നടക്കാന്ന് വെച്ചാ അതൊരു ഭാഗ്യോ, മുജ്ജന്മ സുഹൃതെന്ന് മുതിർന്നവർ പറയും. എന്തായാലും ആ ഭാഗ്യം എന്റെ മോൾക്ക് കിട്ടി. ഈ ഭാഗ്യമൊക്കെ നിന്റെ അമ്മയ്ക്കും കിട്ടേണ്ടതായിരുന്നു. എന്ത് ചെയ്യാം, ആ പാവത്തിന് അതിനൊന്നും വിധിയില്ലാതെ പോയി. ഈ മുഹൂർത്തത്തിന് അവൾക്ക് സാക്ഷിയാവാനും ദൈവം അവസരം കൊടുത്തില്ല. എന്താ പറയാ, ഇങ്ങനെയൊക്കെയാ മനുഷ്യജീവിതം. എന്താ മോളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ലമ്മേ. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് അമ്മയോട് തുറന്നു പറ. ഒന്നുമില്ല. അച്ഛനെ കാണാത്തതിൽ ടെൻഷനുണ്ടോ? മോള് വിഷമിക്കണ്ട. നിന്റെ അച്ഛൻ എങ്ങനെയും വരുമെന്ന എന്റെ പ്രതീക്ഷ. അച്ഛൻ വരും. എന്റെ മോളെ അനുഗ്രഹിക്കാൻ ദൈവം ചേട്ടനെ പറഞ്ഞയക്കും. അച്ഛന് ദക്ഷിണ കൊടുത്തേ നീ കതിർമണ്ഡപത്തിലേക്ക് കയറാവൂ. ചേട്ടൻ വന്നാലത്തെ കാര്യം ഓർക്കുമ്പോ ഉള്ളിലൊരു നടുക്കോ. അമ്മ എങ്ങനെ പ്രതികരിക്കുക? ആ, സമയാവാറായി. വേഗം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കണം. ശരി മോളെ. ഒരിക്കലും നടക്കില്ലാത്ത കല്യാണമാണിതെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. ആ വൈശാഖ് ഇതുവരെ പോവാത്ത എന്താ? അതോ കല്യാണ മണ്ഡപത്തിൽ വെച്ച് അവൻ കാല് മാറുമോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.